ഒരു 2 BHK വീട്, ഏകദേശം 600 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീട്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്, ഏകദേശം 8 ലക്ഷത്തിൽ താഴെ മാത്രം നമുക്ക് ചെലവ് വരുന്ന രീതിയിലുള്ള ഒരു വീട്. അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ടോസ്കാന മാർബിൾസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ചെറിയൊരു വീട്, ചെറിയൊരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സ്ക്വയർ ഫീറ്റ് നമുക്ക് തടസ്സമായി മാറാറുണ്ട്. വലിയ സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ വലിയ എമൗണ്ട് വരും. ആ ഒരു എമൗണ്ട് കാരണം കൊണ്ട് തന്നെ പല ആളുകളും വീടുകൾ നിർമ്മിക്കാതെ പെൻഡിങ് ആയി വർഷങ്ങളോളം പെൻഡിങ് ആവുന്ന അവസ്ഥ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഈ വീട് കാണിക്കുന്നത്. ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 612 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട്. അതിനകത്ത് തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും, അവിടെയുള്ള എല്ലാ സ്പേഷ്യസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു വീട്. ഫസ്റ്റ് ഫ്ലോർ ഇല്ല, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു വീടാണ്. കോണിയ കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന 2 ബെഡ്റൂമുള്ള ഒരു വീട്. അതിനകത്ത് തന്നെ 2 ബെഡ്റൂമിനകത്തും 2 ബാത്ത് അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിച്ചണും വരുന്നുണ്ട്, ഒരു സിറ്റ് ഔട്ടും വരുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീട്. അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾ പ്ലാൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇതാ ഒരു പ്ലാന്. ഈ പ്ലാനിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് വരുന്നത് നമുക്ക് വരുന്നത് 2.80 1.20 എന്നുള്ളതിൽ നീളത്തിലുള്ള രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ആദ്യം വരുന്ന സിറ്റ് ഔട്ടാണ്. പോർച്ചോ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പ്ലാൻ കണ്ടാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിന്ന് നേരെ വരുന്നത് നമുക്ക് ഡോറുണ്ട്. ആ ഡോർ വെച്ച് തുറന്ന് വരുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയ സൈസ് വരുന്നത് 2.80 2.40 എന്നുള്ള സൈസിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ അതിനകത്ത് തന്നെ പാർട്ടീഷൻ ഇല്ലാതെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ വരുന്നത് 2.80 2.60 ആണ്. അപ്പൊ അതിനകത്ത് തന്നെ 6 ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് പോർഷനിലാണ് നമ്മൾ 2 ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ സിറ്റ് ഔട്ടിനോട് ചാരിയിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. അത് സൈസ് വരുന്നത് 2.80 2.70 എന്നുള്ള കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. അതിനകത്ത് നമുക്കൊരു ബാത്ത് അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് 2.80 3.10, കുറച്ചുകൂടെ വലുപ്പം കൂടിയ, മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുപ്പം കൂടിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. അതിനകത്ത് നമ്മൾ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയിലായിട്ടുള്ള 2 പോർഷനിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ബെഡ്റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഡിസ്റ്റർബൻസ് മറ്റേ ബെഡ്റൂമിലേക്ക് ഉണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഈ ബാത്റൂം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കൊണ്ടുള്ള ഗുണം വരുന്നത്. പിന്നീടുള്ള ഒരു കിച്ചൺ ഉണ്ട്. കിച്ചൺ 2.80 1.92. അപ്പൊ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കിച്ചണും വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 BHK ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാനാണ്. കാരണം ഉള്ള വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. മാക്സിമം അവരുള്ള സ്പേഷ്യസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വളരെ ബഡ്ജറ്റ്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് ഏകദേശം നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വളരെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് വാതിലും ജനലും കാര്യങ്ങളൊന്നും നമുക്ക് മരങ്ങൾ ഉപയോഗിക്കാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മാക്സിമം നമ്മൾ റിസർച്ച് നടത്തിയിട്ട് വേണം പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു ആർക്കിടെക്റ്റിനെ അതല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ വെക്കുന്ന ഒരു എഞ്ചിനീയറെ കൊണ്ട് പ്ലാൻ ചെയ്യിച്ച് നിങ്ങൾക്ക് ഇതിലുള്ള മാറ്റങ്ങൾ വരുത്തി സൈസിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന വാളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഹോളോ ബ്രിക്സ് കൊണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആ രീതിയിൽ നമുക്ക് അത്യാവശ്യം വില കൂടിയ രീതിയിലുള്ള മാർബിൾസോ അതല്ലെങ്കിൽ ഗ്രാൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചെറിയ രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഏകദേശം 8 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മാക്സിമം ഇതൊരു വീട് ഏകദേശം തീർക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്ലാനിലുള്ള നിങ്ങളൊരു എഞ്ചിനീയറെ കാണിച്ചിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 12 ലക്ഷമൊക്കെ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു വീട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതിനകത്ത് സ്റ്റെയറിന്റെ കാര്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് റേറ്റ് അവിടെ തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്ലാൻ കിട്ടാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട്. അവരുദ്ദേശിച്ച രീതിയിലുള്ള പ്ലാൻ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ഓരോ പ്ലാനുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ആ പ്ലാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എഞ്ചിനീയറെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അവരതിനെക്കുറിച്ച് അതിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതിനകത്തുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ട് അവർ നിങ്ങൾക്ക് ഇതേ റേഞ്ചിൽപ്പെട്ട വേറെ പ്ലാനുകൾ വരച്ചു തരും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേ ചെയ്ത പ്ലാനുകളുള്ള വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ ഇഷ്ടം കണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചും കൂടുതൽ പഠിച്ചോളൂ. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോകളും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു എലിവേഷൻ കൂടെ ഇതിന്റെ മൊത്തം ഒരു ഡിസൈൻ കൂടെ ജസ്റ്റ് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ബെഡ്റൂം വരുന്ന ഭാഗത്ത് നമ്മൾ ക്ലാഡിങ് കാര്യങ്ങളും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരുപടി കൊടുത്തിട്ടുണ്ട്. ചാരുപടിക്കും കാര്യങ്ങളും നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മരത്തിന്റെ ആണ്. അപ്പൊ അത് നമ്മൾ കോസ്റ്റ് കട്ടിങ് അനുസരിച്ച് നമുക്ക് സിമെന്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെങ്തി ടൈപ്പ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട, അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു ചാരുപടി കഴിഞ്ഞിട്ടുള്ള ഭാഗം മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വീടിന്റെ എലിവേഷൻ ഈ രീതിയിൽ ഡിസൈനിങ് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്ത മെത്തേഡാണ് ഇത്. ഇപ്പോ പ്ലാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിനകത്തും ഇതിനേക്കാളും മികച്ച രീതിയിലുള്ളൊരു പ്ലാനായിട്ട് നിങ്ങൾ എഞ്ചിനീയർ സമീപിച്ചു കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ തന്നെ നിങ്ങൾ അവരുടെ കൂടെ എനിക്ക് വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൂടെ സംസാരിച്ചാൽ മതി. വർക്കിന്റെ എത്ര വരും എന്നുള്ളതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. എത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെൻസ് വരും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.